ഇക്കഴിഞ്ഞ ദിവസം കലൂരിൽ ഒരു സംഭവം ഉണ്ടായി. രണ്ട് പെൺകുട്ടികൾ ചായ കുടിക്കാൻ വേണ്ടി വരികയാണ്. രാത്രിയാണെന്നും പറയുന്നു. പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം എന്ന് പറയുന്നു. അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. 8 പേരാണ് ആക്രമിക്കുന്നത്. ഇതിൽ ഈ 8-ൽ 6 പേർ പുരുഷന്മാരും 2 സ്ത്രീകളുമാണ്. അപ്പൊ ഇവരുടെ വസ്ത്രധാരണത്തെ പോലും പോലീസ് പോലും ചോദ്യം ചെയ്തു എന്നാണ് ഇപ്പൊ പറയുന്നത്. മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ചോദിക്കുമ്പോൾ പറയാം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷെ ഇത് ഒറ്റപ്പെട്ടതല്ല. ഒരുപാട് ഒറ്റപ്പെട്ടത് ചേരുമ്പോൾ ഒരു കൂട്ടമായിട്ട് മാറുകയാണല്ലോ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടി, അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും പ്രബുദ്ധമായ സംസ്ഥാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷയിൽ മുന്നിലാണ് എന്നും പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പൊതുബോധത്തിലുമൊക്കെ മുന്നിലുള്ള നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്താണ് പറയാ? അത് ഞാനും ഈ വാർത്ത കണ്ടു, ടി വിയിലും അതിലൊക്കെ കാണുകയുണ്ടായി. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, സ്ത്രീകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നിയമം തന്നെ പൊളിച്ചെഴുതിയതാണ് ഡൽഹിയിലെ നിർഭയ കേസിലടക്കം ചോദിച്ച ഒരു ചോദ്യം, നീ എന്തിനാണ് പോയത്, ആൺകുട്ടികളുടെ കൂടെ പോയി എന്തിനാണ്, ആ സമയത്ത് പോയത് എന്തിനാണ്, അതുപോലെ തന്നെ വസ്ത്രത്തിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു തീരുമാനം പൊതുസമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായി ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഭയങ്കര അതിക്രമങ്ങൾ വളരെ സ്വാഭാവികമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിനെതിരെ ചെയ്യുന്നവരൊക്കെ അല്ല, ഏത് സ്ത്രീയും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും, സ്വന്തം വീട് മുതൽ ആരാധനാലയങ്ങൾ വരെ, പൊതുസ്ഥലോ തൊഴിലിടോ ഏതെങ്കിലും ആരാധനാലയങ്ങളോ എവിടെ വച്ച് വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ഈ അക്രമം എന്ന് പറയുന്നത്, വയലൻസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്, പൊതുവിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള അതിക്രമത്തിലെ ഏറ്റവും ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്രമിച്ച ആളെ അല്ല കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും. നീ എന്തിനാ അവിടെ പോയി, നീ എന്ത് ഉടുപ്പിട്ട് പോയി, ആരുടെ കൂടെ പോയി, എങ്ങനെ പോയി, എന്തിനു പോയി, ഇങ്ങനെയുള്ള മറിച്ചുള്ള ചോദ്യങ്ങളാണ് സമൂഹത്തിൽ നിന്നും കൂടുതൽ ഉയരുന്നത്. ഇതേ സംഭവത്തിൽ നമുക്ക് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ സാഹചര്യത്തിൽ തന്നെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് വളരെ മോശമായിട്ട് പെരുമാറുന്നത് നമ്മൾ കണ്ടു. പോലീസിനെ അടക്കം വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടു. നമ്മുടെ പൊതുവിടങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളും നമുക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റില്ല, കുട്ടികളായിട്ട് പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇന്ന് നെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഇതൊക്കെ അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ പേരിൽ ഇതൊന്നുമല്ലാത്ത കുറെ പേർ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലേ? അത് തീർച്ചയാണ്. അതായത് മദ്യവും ലഹരി ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു തരത്തിലുള്ള വയലൻസ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ സാധാരണ തൊഴിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അത് സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യാൻ പുറത്തു പോകാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. സിനിമ കാണാനോ അതല്ലെങ്കിൽ നിലാവ് കാണാനോ എന്തോ ആയിക്കോട്ടെ, അതിനുവേണ്ടി പുറത്തു പോകുമ്പോൾ ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ. പക്ഷെ ഞാൻ പറയുന്നത് ഒരാൾ പോലും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നിലപാടെടുക്കേണ്ടത്. എന്തിനാ അവിടെ പോയി എന്നുള്ള ചോദ്യമേ അല്ല നമ്മുടെ ഇതിൽ ചോദിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് പലപ്പോഴും അക്രമം നടത്തുന്ന ആൾക്കാരെ സഹായിക്കുന്നതാണ്. ഇത് പോലീസിന് കൃത്യമായിട്ട്, പോലീസാണെങ്കിലും ഈ എല്ലാ സമൂഹത്തിലും പൊതുവിൽ അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പോലീസ്, അതായത് നിലപാട് എടുക്കേണ്ട ആൾക്കാർ, രാഷ്ട്രീയക്കാർ, പോലീസ് അല്ലെങ്കിൽ മതമേധാവികളോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആളുകൾ കൃത്യമായിട്ട് അറിയണം, സ്ത്രീ എന്ന് പറയുന്നത് ഒരു പൗരയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കാനുള്ള റൈറ്റ് ആ വ്യക്തിക്കുണ്ട്, സ്ത്രീക്കുണ്ട്. അത് അവൾ ഉപയോഗിക്കുമ്പോൾ അതിന് എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് വിശ്വസിക്കണം, എവിടെ ജോലി ചെയ്യണം, എപ്പോൾ, ഈ അസമയം എന്ന് പറയുന്ന ഒരു സമയം നമ്മുടെ ഇതിലില്ല. ഏത് സമയം 24 മണിക്കൂറും ഒരേപോലെ തന്നെയാണ്. അത് ആദ്യം ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ മാത്രമല്ല, പൊതുവിൽ സ്ത്രീകളെ കാണുന്ന ഒരു സെക്സ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ്.
അത് അപ്പൊ സ്ത്രീകളെ കാണുമ്പോൾ കമന്റ്, ഇപ്പൊ ഇതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമന്റ് അടിച്ചു എന്നുള്ളതാണ്. സ്ത്രീകളെ കാണുമ്പോൾ വളരെ അശ്ലീലമായിട്ടുള്ള ശരീര ലൈംഗിക ചൊവ്വയുള്ളതല്ല, ലൈംഗികപരമായിട്ടുള്ള ശരീര ഇതായിട്ടുള്ള കമന്റുകൾ പറയുക എന്നുള്ളത് കമന്റുകൾ മാത്രമല്ല കേട്ടോ, അതും കൂടെ ചേർത്ത് പറഞ്ഞു പോകാം. കാരണം ചില സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്കാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന പുരുഷന്മാരോ ആൺകുട്ടികളോ ആരുമായിക്കോട്ടെ, അവർക്ക് ചില സമയങ്ങളിൽ കൈകൾ വീശി നടക്കുന്ന ഒരു പ്രകൃതമുണ്ട്. തട്ടാൻ, അതായത് പല ഇടങ്ങളിലും തട്ടാൻ, പ്രൈവറ്റ് പാർട്സിലൊക്കെ തട്ടാൻ പാകത്തിന് തന്നെ കൈ വീശി നടക്കുന്ന അനുഭവങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പലരും അത് തുറന്നു പറയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് ലഹരിക്ക് അടിമപ്പെട്ടു, അതല്ലെങ്കിൽ നമുക്കൊരു നിരക്കാത്ത രീതിയിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പല കുട്ടികളൊക്കെ പോയി ചതിക്കുഴികളിൽ വീഴുന്ന സാഹചര്യമുണ്ട്. നേരെ തിരിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പം മാം പറഞ്ഞല്ലോ, ഇത് പൗരയാണ് എന്നുള്ള ബോധം, അത് പിന്നെ 24 hours എന്ന് പറയുന്നത് അസമയം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അത് സത്യത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിനല്ലേ തോന്നേണ്ടത്? സർക്കാർ സംവിധാനം അതിന് തീർച്ചയായിട്ടും തോന്നണം, പൊതുസമൂഹത്തിന് തോന്നണം. പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ സർക്കാർ വരുന്നത്. പൊതുസമൂഹത്തിന് ഇതിൽ വരികയും ഇതിൽ നിന്ന് വയലേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ക്രിമിനൽ നമ്മൾ പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇത് രണ്ടും നമ്മൾ ഒന്നിച്ചല്ല പറയണ്ടേ. ഒന്ന് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ മുഴുവൻ ഇതുണ്ട്. പക്ഷെ ആക്രമിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക, ഇതിൽ കാണിക്കുക എന്നുള്ളത് ക്രിമിനൽ എന്നുള്ള വിഭാഗത്തിലാണ് കാണേണ്ടത്. അതിനെ സ്വാതന്ത്ര്യമായിട്ടല്ല നമ്മൾ ബന്ധിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ അതുണ്ടെന്നുള്ളതല്ല പറയേണ്ടത്. സ്ത്രീ ഒരു പൂർണ്ണ വ്യക്തിയാണെന്നുള്ള രീതിയിൽ എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അത് ഇത് വേറെ സബ്ജക്റ്റാണ്. അങ്ങനെ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടിയിട്ട് സാധാരണ നമ്മുടെ പൊതുവായിട്ടുള്ള മനുഷ്യരുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇത് രണ്ടും രണ്ടായിട്ട്, ക്രിമിനലുകളായിട്ട് കാണുക, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ അതായിട്ട് കാണുക, അത് വേറെയാണ്. മനുഷ്യരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനെ തൊട്ടുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടല്ല ഇവിടെ അത് ചെയ്യേണ്ടത്. പക്ഷെ സ്ത്രീകളുടെ പുറത്ത് നടക്കുന്ന അതിക്രമങ്ങളെ മുഴുവൻ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. അതിക്രമം പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. അതെ, ഈ കലൂരിലെ സംഭവത്തിൽ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പോലീസ് ചോദിക്കുന്നത് നിങ്ങൾ ഈ സമയത്ത് എന്തിനാ പോയി? തീർച്ചയായിട്ടും പോലീസുകാരുടെ മനോഭാവം എന്ന് പറയുന്നത്, അതിപ്പോഴും ഞങ്ങൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പോലീസുകാരുടെ മനോഭാവം, രാഷ്ട്രീയ നേതാക്കളുടെ മനോഭാവം, അല്ലെങ്കിൽ പൊതുവിൽ ഉള്ള ഓരോരുത്തരുടെ പൊതു ഒരു ബോധം എന്ന് പറയുന്നത് സ്ത്രീകൾ വീടിൻ്റെ ഉള്ളിലിരിക്കേണ്ടവരാണ്. പക്ഷെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മുടെ കൂടെ ഉണ്ട്. മറിച്ച് മാത്രമല്ല, സൂര്യനെല്ലി കേസ് വന്ന സമയത്ത് ഒരു പത്രപ്രവർത്തക അടക്കം ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാ മോള് പ്രേമിക്കാൻ പോയേ എന്നുള്ളതാണ്. പ്രേമിച്ചതുകൊണ്ടാണല്ലോ ഒരാളുടെ കൂടെ. അപ്പോൾ പ്രേമിക്കുന്നത് വലിയ കുറ്റമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇത്. പ്രേമിച്ച് ചതിക്കുന്നതിനെ അല്ല അവർ കുറ്റപ്പെടുത്തുന്നത്, എന്തിനു പ്രേമിച്ചു എന്നുള്ളതാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളത്, പ്രേമിക്കുക എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ തന്നെ മറ്റ് ക്രിമിനലുകളുടെ സ്വഭാവത്തിന് വെച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു രീതി നമുക്ക് പൊതുവിലുണ്ട്. ഇതിനെ വേറെ ആയിട്ട് കാണണം എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് 24 മണിക്കൂറും പോകാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകൾ മനസ്സിലാക്കണം, പുരുഷന്മാർ മനസ്സിലാക്കണം, പോലീസുകാർ മനസ്സിലാക്കണം, എല്ലാ നിയമപാലകർ മനസ്സിലാക്കണം. സ്ത്രീകൾ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ആക്രമിച്ചതിൽ 2 സ്ത്രീകളുണ്ട്. അല്ല, പലപ്പോഴും ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മെയിൽ ഡോമിനേറ്റഡ്, അതായത് സ്ത്രീകളെ ആക്രമിക്കുക അല്ലെങ്കിൽ സ്ത്രീ ശരീരമായിട്ട് കാണുക എന്ന് പറയുന്ന ഒരു ബോധം പുരുഷന്മാരുടെ മാത്രമല്ല, സ്ത്രീകളും അതാണ് സ്വാംശീകരിച്ചിരിക്കുന്നത്. അവരുടെ ബോധവും ഈ മെയിൽ ഡോമിനേറ്റഡ് വാല്യൂസിനെയാണ് സ്ത്രീകളും സ്വീകരിച്ചു വച്ചിരിക്കുന്നതും. ശരി തെറ്റുകൾ, നന്മ തിന്മകൾ ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ ബോധത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് സ്ത്രീ ശരീരം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരാൾ സ്ത്രീപക്ഷ ഒരു പൂർണ്ണ സ്ത്രീ ആയിക്കൊള്ളണമെന്നില്ല. പൂർണ്ണ സ്ത്രീ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചോളണമെന്നില്ല. പലപ്പോഴും അത് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സമൂഹത്തെ വീക്ഷിക്കാൻ കാണണം. അതായത് സ്ത്രീയായി ഇരുന്നു കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വീക്ഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആ ഒരു നിലപാട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിലൊരു അവസ്ഥ. അതിൽ ഈ പറയുന്നത് സ്ത്രീകളും പലപ്പോഴും, ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലും ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ സ്ത്രീകൾ തന്നെയായിരിക്കും. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പലപ്പോഴും സ്ത്രീകളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് പിന്നിൽ മീഡിയേറ്റേഴ്സ് സ്ത്രീകളാണ്, പലപ്പോഴും സ്ത്രീകളുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഇത് ഈസിയാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീ വേറെ ആരുടെയോ ടൂളാണ്. അതെ,
പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും സ്ത്രീകളെ റേപ്പ്, സെക്സ് റാക്കറ്റുകളിലൊക്കെ സ്ത്രീകളും പങ്കാളികളാണ്. ഒരു സ്ത്രീ കൊണ്ടുപോയി ഈ സ്ത്രീയെ റേപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, റേപ്പ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്താണെന്നുള്ള ബോധ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇപ്പോൾ പലപ്പോഴും നമുക്ക് അത് ലഭിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ നിയമരംഗത്താണെങ്കിലും അതുപോലെ അധികാര രംഗത്തൊക്കെ വരുന്ന ആൾക്കാർ പലപ്പോഴും ഈ മെയിൽ ഡോമിനേറ്റഡ് വാല്യൂസിനെ കൂടുതൽ ശക്തമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. അതിപ്പോൾ മതത്തിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. മതത്തിൽ ഇപ്പോൾ ശബരിമല ഇഷ്യൂവിലൊക്കെ നമ്മൾ കണ്ടത് അതാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ മറ്റേ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ ആർത്തവം ഉള്ള ശരീരത്തിന് അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അത് പരിശോധിച്ചത് പോലും. അപ്പോൾ ഇത്തരം ഇതിനെ മെയിൽ ഡോമിനേറ്റഡ് വാല്യൂസ്, അതായത് പുരുഷ ആധിപത്യത്തിനെ നിലനിർത്തും. പുരുഷന്മാരെ അല്ല ഞാൻ പറയുന്നത്, ഇത് വളരെ വ്യക്തമായിട്ട് രണ്ടാണ്. ഇപ്പോൾ പലപ്പോഴും പുരുഷനെതിരെ എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നമ്മളുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പലപ്പോഴും പറയുന്നത് പുരുഷനെതിരെ പറയുന്നത്. നമ്മൾ പുരുഷനെതിരെ അല്ല പറയുന്നത്, അവരുടെ ആധിപത്യ മനോഭാവത്തിനെതിരെയാണ് പറയുന്നത്. ഞാനൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ സാധ്യതകളെ തടയുന്നതിനെതിരെയാണ് പറയുന്നത്. അത് ഭർത്താവായാലും അച്ഛനായാലും സഹോദരനായാലും സുഹൃത്തായാലും കാമുകനായാലും പോലീസായാലും ഏത് റോളിൽ നിന്നിട്ടായാലും ഏത് ഭാവം ഉപയോഗിച്ചിട്ടായാലും, പലപ്പോൾ നമ്മൾ സ്നേഹം കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ ആജ്ഞ കൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മളെ ഭീഷണി കൊണ്ടായിരിക്കും, ചിലപ്പോൾ നിയമം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സുരക്ഷയുടെ പേര് പറഞ്ഞിട്ടായിരിക്കാം. എൻ്റെ സാധ്യതകളെ തടയുന്ന ഒരു രീതിയുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ബോധം ഈ നിയമം നടപ്പാക്കുന്ന ആളുകൾക്ക് വേണം, നിയമം രൂപീകരിക്കുന്ന ആളുകൾക്ക് വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പോൾ കുറേ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. വർഷങ്ങൾ കഴിയുന്തോറും ഇത് ഒരുപാട് സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയുകയും അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രതിരോധവും ശക്തിപ്പെട്ടു വരുന്നത്. പക്ഷെ അത് ഒരു പൊതു ആയിട്ട് മാറിയിട്ടില്ല, അതെൻ്റെ റൈറ്റായിട്ട് മാറില്ല. ചിലർ ഫൈറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. പുരുഷന് കിട്ടുന്ന എല്ലാ പ്രിവിലേജുകളും സ്ത്രീ ഫൈറ്റ് ചെയ്താണ് എടുക്കുന്നത്. അവളുടെ എനർജി മുഴുവൻ ഇത് ഫൈറ്റ് ചെയ്ത്, എനിക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് ഈ വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് മുടി വെട്ടാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് മുടി വളർത്താനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് നേടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കേണ്ടത്. പക്ഷേ ഇത് അവർക്ക് സ്വാഭാവികമായിട്ട് ജന്മം കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യമാണ്. ഈ ബോധ്യം എല്ലാവർക്കും വേണം. ഇതനുസരിച്ച് നിയമങ്ങളെ രൂപപ്പെടുത്തേണ്ട, സമൂഹത്തെ രൂപപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇത് ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് കിട്ടുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ തലമുറകളായിട്ട് ഈ മെയിൽ ഡോമിനേറ്റഡ് വാല്യൂ ശരിയെന്ന് വിചാരിച്ചു വരുന്ന ഒരു തലമുറകളാണ്. അപ്പോൾ ഇതിനെ മാറ്റിയെടുക്കുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും വേണം. ഇപ്പം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പോലീസുകാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ പറയും, ഇത് ഞങ്ങളോടല്ല പറയേണ്ടത്, വീട്ടിൽ പോയി പറയാൻ പറയും. വീട്ടിലെ അച്ഛനും അമ്മയുടെ ബോധം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്. അവർ പറയും സ്കൂളിൽ കിട്ടേണ്ടതാണെന്ന്, സ്കൂളുകാർ പറയും രാഷ്ട്രീയത്തിൽ വരേണ്ടതാണെന്ന്, അപ്പം ഇത് പറയും മാധ്യമത്തിൽ രൂപപ്പെടേണ്ടതാണെന്ന്. പക്ഷേ ഇതെല്ലാം തന്നെ മെയിൽ ഡോമിനേറ്റഡ് വാല്യൂ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ വേണമെങ്കിൽ എല്ലാ സ്ഥലത്തും മാറ്റം ഉണ്ടാവണം, അതിനെ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അധികാരത്തിലും കൂടി സ്ത്രീകൾ ഉണ്ടെങ്കിലേ, സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറുതെ ജന്മം കൊണ്ട് സ്ത്രീ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ അവകാശങ്ങളെ വ്യക്തി എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന, സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് ബോധമുള്ള സ്ത്രീകൾ അധികാരത്തിലേക്ക് വരികയും നിയമനിർമ്മാണ സംവിധാനങ്ങളിലും നീതിന്യായ സംവിധാനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും സാമ്പത്തിക രംഗത്തും എല്ലാ രംഗത്തും സ്ത്രീകൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിൽക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തുകയും, അത് നയം രൂപപ്പെടുത്തി കടലാസിൽ വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷേ ഇതൊന്നും ആവശ്യക്കാരുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക തടസ്സമായിരിക്കാം, ചിലപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇത് തമ്മിലുള്ളൊരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ ആൻറ്റി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ചിട്ട് മറ്റേ സ്ത്രീകളെ വീട്ടിൽ ആക്രമിക്കുന്നതിനെതിരെ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു ഓഫീസറെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർ ഒരു സെഡിൽ വർക്ക് ചെയ്യും,
അവർക്ക് സംവിധാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പല സ്ഥലത്തും ചെയ്തിട്ടില്ല. ഉള്ളത് അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്ന് തോന്നുന്ന പ്രൊട്ടക്ഷൻ ഓഫീസർ ആണെങ്കിൽ ഓഫീസർ ഒരു സ്ഥലത്ത് നിൽക്കും, ഒരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പോലീസ് വേറെ ഒരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, കോടതിയും മറ്റേ പ്രോസിക്യൂട്ടറും ജഡ്ജിയും ഒക്കെ വേറൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കണം ജനജാഗ്രതാ സമിതി എന്ന് പറഞ്ഞ പഞ്ചായത്തുകളിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ. ഈ ജാഗ്രതാ സമിതികൾ ഒരു സ്ഥലത്തും ഇല്ല, ഉള്ളിടത്ത് അവരുടെ രീതിയിൽ പ്രവർത്തിക്കും. പിന്നെ ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ പ്രവർത്തകർ ഞങ്ങളുടെ ശൈലിയിൽ പ്രവർത്തിക്കും. അപ്പം ഇതിങ്ങനെ പല തട്ടുകളിലാണ് നിൽക്കണേ. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാലേ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും വരുമ്പോൾ ഒക്കെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമം വരുമ്പോൾ ഉടനെ തന്നെ ചോദിക്കാറുണ്ട് അത് മിസ്യൂസ് ചെയ്യുന്ന. ലോകത്തിലെ ഏത് നിയമവും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം മോഷണ കേസ് ഇല്ലേ, നമ്മൾ ഈ അടുത്തിടെയെങ്കിലും കണ്ടു, ഒരു വീട്ടുജോലിക്ക് നിന്ന് ഒരു ദളിത് ഇതിൽപ്പെട്ട ഒരു സ്ത്രീ സ്വർണ്ണം എടുത്തു എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെ ഹരാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇനി മോഷണ കുറ്റം ഇതിന് ശിക്ഷ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ നിയമം എടുത്ത് കളയണമെന്ന് ആരും പറയുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിലും. സ്ത്രീകൾ പരാതിപ്പെടുമ്പോൾ ഇതെല്ലാം എന്താ പറയണേ, കളവാണ്, ഫേബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭാഷണം പലപ്പോഴും വരുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ആ നിയമം അന്വേഷിക്കുന്ന ആളുകളാണ് അത് കള്ളത്തരാണോ നേരാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. നിയമം സത്യസന്ധമായിട്ട് നടപ്പാക്കുക എന്നുള്ളത് ആവശ്യം. എല്ലാ സ്ത്രീകളും എന്താ പറയണേ നല്ലവരാണെന്നോ സ്ത്രീകളൊക്കെ മാലാഖമാരാണെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ഈ സമൂഹത്തിലുള്ള എല്ലാ മോശത്തരങ്ങളും എല്ലാ നന്മകളും സ്ത്രീകളിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ സ്ത്രീ പിന്നെ സ്ത്രീ ഇപ്പം ഞാൻ മദ്യപാനത്തിനെതിരുള്ള ഒരാളാണ്, മദ്യം കഴിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തിപരമായിട്ട് അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് സ്ത്രീകളെ ആരും മദ്യപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റേ മദ്യഷോപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സ്ത്രീകളെ അടിക്കണം എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. മദ്യപാനം സ്ത്രീ എടുത്തൊന്നും എനിക്കിഷ്ടമല്ല, ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കണം. പുരുഷൻ ചെയ്യുന്നത് ഇഷ്ടമല്ല, നല്ലതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസമാണത്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമാണത്. പക്ഷെ അതുകൊണ്ട് സർക്കാർ തുറന്നു വെച്ചേക്കണ ഒരു മദ്യഷാപ്പിന്റെ പുറകിൽ സ്ത്രീ ചെന്നാൽ സ്ത്രീ അടിച്ചു ഓടിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. സ്ത്രീയും ചെയ്യാൻ പാടില്ല, കുറ്റകൃത്യങ്ങൾ സ്ത്രീയും ചെയ്യാൻ പാടില്ല, പുരുഷന് ചെയ്യാൻ പാടില്ല. സമൂഹത്തിൽ പ്രൊഡക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്. പിന്നെ സ്ത്രീകൾ കുറച്ച് കോമൺ സെൻസും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് എപ്പോഴും അധികാരം കുറഞ്ഞ വിഭാഗം എന്നുള്ള രീതിയിൽ അവർക്കാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്, അതിൻ്റെ ദൂഷ്യഫലം കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. സമൂഹത്തിൽ ഒരു തെറ്റായ കാര്യമുണ്ടായാൽ അതിൻ്റെ മോശം അനുഭവം ഇത് അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകൾ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കുറേ കൂടി ഇതാവാനുള്ള ഇത് കൂടുതൽ എടുക്കേണ്ടി വരും. എന്നാലേ ഇതിനെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സ്ത്രീ ഒരു പൂർണ്ണ വ്യക്തിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏത് കാര്യത്തിന് ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് വേറൊരു ചോദ്യമല്ല ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് കാണുന്നത്. സ്ത്രീകൾക്ക് രാത്രി പോകാൻ അവകാശമുണ്ട്, 4 മണിക്ക് പോകാൻ അവകാശമുണ്ട്. തുറന്നു വെച്ചിരിക്കുന്ന ഒരു കടയിൽ പോയി നേരായ ഒരു വഴി കൂടെ കടയിൽ പോയി ചായ മേടിച്ച് കുടിക്കാൻ 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ 5 മണിക്കോ ഏത് സമയത്തും അവർക്ക് റൈറ്റ് ഉണ്ട്. അവരെ ഒരാളും ഒന്നും ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ വന്ന് എന്നെ ഒരാൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഇടപെടാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീയും പുരുഷനും റോട്ടിൽ കൂടെ നടന്നു പോയാൽ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ധാരാളം മനുഷ്യരുണ്ട്. എന്തിനാ അവിടെ പോയി, എപ്പോഴാണ് പോയി, ഭാര്യയും ഭർത്താവും ആണോ, ഈ നേരത്താണോ പോണത്, വീട്ടിലിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കാനും സദാചാര ഗുണ്ടായുസം നടത്താൻ ധാരാളം മനുഷ്യരെ നമ്മൾ കാണുന്നു. പക്ഷെ ഒരു സ്ത്രീക്ക് പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടാൻ വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. പിന്നെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ അത് സ്ത്രീയുടെ കുഴപ്പമല്ല, അക്രമികളുടെ കുഴപ്പമാണ്. അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, സ്ത്രീകളല്ല. പലപ്പോഴും ഇന്ന് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിച്ചതിൻ്റെ ഒരു വേദനയും വിഷമവും ബുദ്ധിമുട്ടുകളും അതിൻ്റെ മെൻ്റൽ ട്രോമയും അതിൻ്റെ കൂടെ ഇതിന് അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരുപാട് കാലാകാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇത് മാത്രമല്ല, ഇപ്പം എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവം, ഇപ്പോൾ ഒരു വീട്ടിലൊരു ഒരു മനുഷ്യൻ എന്നും വന്നിട്ട് ഈ ഭാര്യ മക്കളെ നിരന്തരം അടിക്കും, ഉപദ്രവിക്കുകയും തല്ലുകൂടെയും ഒച്ച വിളിക്കുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാറി താമസിക്കാം,
അവരെ കൊണ്ടുപോയി വേറൊരു സ്ഥലത്താക്കുക. ഇയാളെ അറസ്റ്റ് ചെയ്ത് മാറ്റി കൊണ്ടുപോകുക എന്നുള്ളതല്ല, പലപ്പോഴും ഇവരെ കൊണ്ടുപോയി വേറെ സ്ഥലങ്ങളിലേക്ക് ആക്കുക എന്നുള്ള ഒരു രീതി. അപ്പോൾ ലൈഫ് നഷ്ടപ്പെടുന്നത് ഇവരുടെയാണ്, അക്രമിയുടെ അല്ല. പിന്നെ മാത്രമല്ല, ഈ പലപ്പോഴും ഈ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം പിടിച്ചുകൊണ്ട് 4 ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വിടും. അയാൾ വീണ്ടും വന്ന് അതിൻ്റെ അടിയും കൂടി ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ക്രിമിനൽ സ്വഭാവങ്ങളിൽ ഇടപെടേണ്ട രീതികളോ അല്ലെങ്കിൽ ഇതുകളോ ഇപ്പോഴും പോലീസ്, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ചില ആളുകളെ വരുമ്പോൾ അയാളുടെ പേരിൽ 86 കേസുണ്ട്, 112 കേസ്. എങ്ങനെയാണ് ഒരാൾക്ക് പേർത്ത് ഈ 112 കേസുകൾ വരുന്നത്? ഒരു കേസാവാൻ 2 കേസാവാം, മൂന്നാമതാവും. പിന്നെ കേസ് വരുന്നത് ഈ സിസ്റ്റത്തിൽ എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടല്ലേ, ഇത് നടപ്പാക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ. ആവർത്തിച്ച് വരുന്ന കേസുകളും സെക്സ് റാക്കറ്റുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരാൾ പോയി ഒരു സ്ഥലത്ത് സെക്സ് റാക്കറ്റ് പിടിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അയാൾ പോയി വേറൊരു സ്ഥലത്ത് പോയി ഒരു റാക്കറ്റ് കൊണ്ടു. അപ്പോൾ അവിടെ വേറെ കുറേ പെൺകുട്ടികൾ ട്രാപ്പിൽപ്പെടും. ഇത് 2, 3, 4 വരുന്നത്. അപ്പോൾ എന്താ കുഴപ്പം? ഒരു സെക്സ് റാക്കറ്റ് വരുമ്പോൾ തന്നെ അയാൾ ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു എന്താ പറയണേ, ഒരു സംവിധാനം നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ്. ഒരു പ്രൊസീജിയർ, ഇങ്ങനെ ഒരു ചടങ്ങ് നിർവഹിക്കണ പോലെയാണ് ഈ ക്രിമിനലുകളോട് പെരുമാറുന്നത്. പക്ഷേ ഇതിൽ വിക്റ്റിമായിട്ട് വരുന്ന ആളുകൾ ജീവിതം മുഴുവൻ അനുഭവിക്കുകയാണ്. ഒരു സ്ത്രീയുടെ പുറത്ത് ഒരു ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, അത് അവർ ജീവിതം, അവരുടെ ബോധം നഷ്ടപ്പെടുന്നത് വരെ അതിൻ്റെ ഹാങ് ഓവർ അവർക്കുണ്ടാവും. നമ്മൾ പറയും, നമ്മൾ തിയററ്റിക്കലി നമ്മൾ പറയും, എന്താ പറയണത്, ഇതൊഴിച്ച് ഡെറ്റോൾ ഒഴിച്ച് കഴുകി ഇങ്ങോട്ട് പോരെന്നൊക്കെ പറയും. അത് നമ്മൾ വീണ്ടും ജീവിക്കാൻ വേണ്ടി നമ്മളത് പറയുന്നതാണ്. പക്ഷെ അത്ര എളുപ്പമല്ല അത്. അതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരു തെറി ചെവിയിൽ കെട്ടതിൻ്റെ ഹാങ് ഓവർ പോലും നമുക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടേണ്ട ഒരു കാലഘട്ടം. അപ്പോൾ പുതിയൊരു ഗവൺമെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ സർക്കാരിൻ്റെ മുമ്പിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. അത് ഈ ഒറ്റപ്പെട്ടതല്ല, ഒരു കണ്ടിന്യൂസ് ഇതാണ്. എല്ലാ സിസ്റ്റത്തിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നിയമം എഴുതി വെച്ചിട്ട് കാര്യമില്ല, അത് കാലാകാലത്തിന് പ്രായോഗികമായി പരിഷ്കരിക്കണം. ഇപ്പോൾ ഈവൻ ഒരു ബാത്റൂം അടക്കമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ യാത്ര, ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ചിലപ്പോൾ ഇപ്പോൾ ബസ്സിൽ പോകാൻ മടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ്. ശരി, വെള്ളം കുടിക്കാതെ പോകും. ചിലപ്പോൾ അത്യാവശ്യ യാത്രയിൽ നമ്മൾ വെള്ളം കുടിക്കാതെ പോകും. അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പൊതു സ്ഥലങ്ങളിൽ പബ്ലിക് നീറ്റായിട്ടുള്ള ഹൈജീനിക്കായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ബാത്റൂമുകൾ ഉണ്ടാക്കുക. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ജനങ്ങളും ചെയ്യണം. പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്, അപ്പോൾ സ്ത്രീകളെ പറയുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രശ്നം മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അതിപ്പോൾ ഈ ആർത്തവത്തിന് അവധി കൊടുത്തപ്പോൾ ഞാൻ ആ കാര്യത്തിൽ വളരെ ബഹുമാനിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ്. കാരണം അത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, അതൊരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണ്. അവർക്ക് ലീവ് എടുക്കാൻ അവകാശം കൊടുത്തതോടുകൂടി അംഗീകരിക്കുന്നത്, ഒരു സമൂഹം അംഗീകരിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അതിനവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കേണ്ടതാണ്. അത് ഈ മനുഷ്യരാശിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളതൊരു അംഗീകാരമാണ് നിയമം ഒരു അവകാശം കൊടുക്കുന്നതോട് കൂടിയിട്ടുണ്ടാവുന്നത്. ആ രീതിയിൽ അതിനെ അംഗീകരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള നയങ്ങൾ തുടർന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് അധികാരത്തിലേക്ക് സ്ത്രീകൾ വരുമ്പോഴാണ് ഇത് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ അതിലെ അധികാരത്തിലേക്കും സ്ത്രീകൾ വരണം എന്നുള്ളത് തന്നെയാണ് കാരണം പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൽ പുതിയ പാർലമെൻറ്റിലേക്ക് സ്ത്രീകളുടെ 33% ബില്ലിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ടാണ് അതും കൂടി പറയുന്നത്. എല്ലാ രംഗത്തും സ്ത്രീകൾ വരും, തുല്യതായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.